ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ അറബി ഭാഷയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ഭാഷയുടെ പഠനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകവുമായുള്ള ഇന്ത്യയുടെ സുദൃഢമായ ബന്ധം വിവിധ മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ വിപണിയിൽ അറബി ഭാഷാ പരിജ്ഞാനം നിർണായകമാണ്. കൂടാതെ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്കും അറബി ഭാഷാ പഠനം ഏറെ പ്രയോജനകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബി ഭാഷ കേവലം ഒരു ഭാഷ മാത്രമല്ല, അതൊരു സംസ്കാരമാണ്, ചരിത്രമാണ്. ഡീൻ കുര്യാക്കോസ് കൂട്ടിച്ചേർത്തു. KTF സംസ്ഥാന പ്രസിഡന്റ് MT സൈനുൽ അബദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി G മുനിയാണ്ടി, TP അബ്ദുള്ള, MA ലത്തീഫ്, ക്യാമ്പ് ഡയറക്ടർ മഹൻ ബക്കവി, അനീസ് അലി ഇടുക്കി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട് സ്വാഗതവും സംസ്ഥാന ട്രഷറർ AB ബഷീർ നന്ദിയും പറഞ്ഞു. KTF നേടിയതും നേടേണ്ടതും എന്ന വിഷയത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി നൌഷാദ് കോപ്പിലാനും സംഘടനാ രീതിശാസ്ത്രം എന്ന വിഷയത്തിൽ മൻസൂർ മാടമ്പാട്ടും ക്ലാസുകളെടുത്തു. മുഹമ്മദ് അലി മിഷ്കാത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല റിപ്പോർട്ടിംഗിൽ 14 റവന്യൂ ജില്ലാ സെക്രട്ടറിമാരും പങ്കെടുത്തു. കർമ്മ പദ്ധതി രൂപീകരണ സെഷനിൽ TC അബ്ദുൽ ലത്തീഫ്, K നൂറുൽ അമീൻ, CM സജീബ്, MB അബ്ദുൽ സലാം, OM യഹിയാഖാൻ, MA സാദിഖ്, CP മുഹമ്മദ് കുട്ടി, KK റംലത്ത്, KP അബ്ദുൽ ജയ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഷീദ് ഖാസിമി തസ്കിയത്തിന് നേതൃത്വം നൽകി. സംവരണം അവസരം ആശങ്കയും എന്ന വിഷയത്തിൽ മെക്ക സംസ്ഥാന ജനറൽ സെക്രട്ടറി NK അലി ക്ലാസ് എടുത്തു. സമാപന സമ്മേളനത്തിൽ CH ഫാറൂഖ്, സുബൈർ CM, KV റംല, ഷറഫുന്നിസ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MT സൈനുൽ അബദീൻ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ദ്വിദിന ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.